ഓം നമോ വിഷ്ണുമായി. ഓം വിഷ്ണുവാ ചാത്തൻ സ്വാമിയുടെ കഥകളോ കാര്യങ്ങളോ ഉപാസന രീതികളോ പറഞ്ഞാൽ ഒന്നിനൊരു അവസാനം ഇല്ലാത്ത പോലെയാണ്. ഈ വിഷ്ണുവാ ചാത്തൻ സ്വാമിയെ ഉപാസിക്കുന്നതിനാ ഉള്ളൊരു സമയമുണ്ട്, അല്ലെങ്കിൽ അതിനെ സേവ ചെയ്യുന്നതിനും പല സമയങ്ങളിലും പല കാലങ്ങളിലും ഒട്ടനവധി ഗുരുക്കന്മാർ കല്ലടിക്കോട് പോലുള്ളതായ സ്ഥലങ്ങളിൽ പോയിട്ട് ഉപാസന ചെയ്ത് അല്ലെങ്കിൽ സേവ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ മൂർത്തിയിൽ എന്ന് പറയും. അപ്രകാരം തന്നെ നമ്മൾക്കും നമ്മുടെ വീട്ടിലെ ഭഗവാനെ ഉപാസന ചെയ്യണമെങ്കിൽ അതിനും പ്രത്യേക ഒരു സമയം പറയുന്നുണ്ട്. മണ്ഡലമാസം, കർക്കിടക മണ്ഡലം അല്ലെങ്കിൽ വൃശ്ചിക മണ്ഡലം. വൃശ്ചിക മണ്ഡലം എന്ന് പറഞ്ഞാൽ വൃശ്ചിക മാസത്തിൽ 41 ദിവസം, വൃശ്ചികം ധനു കൂടിയിട്ടാണ് വരിക. വൃശ്ചികത്തിൽ 30, 31 അല്ലെങ്കിൽ അതേപോലെ തന്നെ ധനുമാസത്തിലും 11 ദിവസം. അപ്പം അങ്ങനെ 41 ദിവസം. ഈ കർക്കിടക മാസത്തിൽ എന്ന് പറയുമ്പോൾ കർക്കിടക മണ്ഡലത്തിൽ കർക്കിടക മാസം 30 ദിവസം, 11 ദിവസം ചിങ്ങമാസത്തിലും അങ്ങനെ 41. ഈ മണ്ഡലമാസത്തിൽ അതിരാവിലെ എണീറ്റ് പല്ല് തേപ്പ് ഇത്യാദികളൊക്കെ കഴിഞ്ഞിട്ട് അടുത്തുള്ള കുളത്തിൽ പോയിട്ട് അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിന്ന് ഭഗവാന്റെ മന്ത്രം ജപിച്ച് അല്ലെങ്കിൽ 41 തവണ അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രമോ അല്ലെങ്കിൽ അതറിയില്ലെങ്കിൽ ആ ഭഗവാനെ, അല്ലെങ്കിൽ വിഷ്ണുവായനാണെങ്കിൽ വിഷ്ണുവായനെ, കരിങ്കുട്ടീനെ അതേതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ദേവൻ വെച്ചെങ്കിൽ അവരുടെ ആ മൂലമന്ത്രം അല്ലെങ്കിൽ അവരെ അറിയാവുന്ന, ഇപ്പോൾ സ്വാമിയെ ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയും. അപ്പം അത് മതി, അതിന് മൂലമന്ത്രം ജപിക്കണമെന്നില്ല. സ്വാമിയുടെ ആ മനസ്സിലുണ്ട്, സ്വാമി അയ്യപ്പൻ മനസ്സിലുണ്ട്, ഒപ്പം ശരണവിളി. അതേപോലെ തന്നെ വിഷ്ണുമാ ചാത്തനെ ഓം നമോ വിഷ്ണുമായി, ഓം നമോ വിഷ്ണുമായി അങ്ങനെ ഒരു 41 തവണ ജപിക്കുക. എന്നിട്ട് ഒരു കൈ വെള്ളം എടുത്ത് ജപിച്ച് അത് കുടിക്കുക. അവിടുന്ന് അങ്ങനെ വന്ന് വീട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിനെ സങ്കല്പിച്ചിട്ട് വിളക്ക് വെക്കുക, ആചരിക്കുക. അങ്ങനെ ഇതന്നെയാണ് ഉപാസന. ഇപ്പം സേവ ചെയ്യാന്ന് പറഞ്ഞാലും ഏകദേശം തന്നെ ഇപ്പോൾ വർഷങ്ങളോളം ചിലവരിയ്ക്കുന്നവരുണ്ട്, ചിലപ്പോൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ തപസ് പോലെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്തിട്ടും ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായം നമുക്ക് കിട്ടി എന്നുള്ള രൂപത്തിൽ വന്ന് നമ്മളവിടെ ഒരു ശില വെച്ച് അല്ലെങ്കിൽ വീട്ടിൽ അമ്പലം കയറ്റിയിട്ടിരിക്കുന്നവരുണ്ട്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ തന്നെ പോയി കരിശക്തി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അതും കൊണ്ടുവന്ന് അവർ പറയുന്ന ദിവസങ്ങളോളം അതിനെ ആചരിക്കുന്നു. വിളക്ക് വെച്ചിട്ട് അതിൻ്റെ മന്ത്രങ്ങൾ, മൂലമന്ത്രം അവർ ആരാ തരുന്നതെങ്കിൽ അവരതിൻ്റെ മൂലമന്ത്രം ഉപദേശിച്ച് തരും. അതും അവർ പറയുന്ന ദിവസം വരെ ചെയ്യുന്നത് അത് ഉപാസന തന്നെയാണ്. കൃത്യമായിട്ട് ആ മന്ത്രം ജപിക്കുമ്പോൾ ആ പറഞ്ഞ സമയമാകുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് തുടങ്ങും. ഇനി അതൊന്നുമില്ല എന്ന് വയ്ക്കാം. പഴയ കുടുംബത്തിലെ പഴയ കാലഘട്ടത്തിൽ പുരാതനമായിട്ട് ഗുരുമുത്തച്ഛന്മാരായിട്ട് ആചരിച്ചു വന്നിരുന്ന ഒരുപാട് മൂർത്തികളുണ്ട്. അപ്പം അതിൽ വിഷ്ണുവായുണ്ട്, ദേവിയുണ്ട്, കരിങ്കുട്ടിയുണ്ട്. ഏത് ദേവിധന്മാരും ഇനി മലബാരം മൂർത്തികളായാലും ശരി അതിലൊക്കെ ഉള്ളതാണ്. അപ്പം അവരെന്നെ പുതുതലമുറകൾ ഉപാസിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവരെ കൊടി തട്ടി അല്ലെങ്കിൽ അവരെ സ്മരിച്ച് വിളക്ക് വെച്ച് ഇതേപോലെ തന്നെ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ, നിത്യം സ്മരിച്ചു കഴിഞ്ഞാൽ, നിത്യം വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും, ശക്തി ഉണ്ടാകും. ഒരു കാലത്ത് കർമ്മങ്ങൾ ചെയ്ത് അതിനെ ശക്തിപ്പെടുത്തി ഭയങ്കര പ്രൗഢിയോട് കൂടിയിരുന്നത് കാലഘട്ടം കഴിയുമ്പോൾ അതിനെ നോക്കാൻ ആളുകളില്ലാതെ വരുമ്പോൾ നശിച്ചു പോയിട്ട് അങ്ങനെയാണ് അവരുടെ കുടുംബങ്ങൾ നശിക്കുന്നത്. ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ട് വീണ്ടും ദൈവിക ശക്തി അവരെ കോപം കൊണ്ട് അല്ലെങ്കിൽ ശാപം കൊണ്ടൊക്കെ നശിച്ചു പോകുന്നൊരവസ്ഥകളുണ്ട്. ഇന്ന് പലരും നല്ല രൂപത്തിലേക്ക് വരുന്നുണ്ട്, ഭഗവാനെ സേവ ചെയ്ത് അറിഞ്ഞിട്ട് ഉപാസിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭക്തിയോടുകൂടി. ഇപ്പം ശബരിമലയ്ക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സീസണിലും ആ വൃശ്ചിക മാസത്തിൽ മാത്രമാണ് 41 ദിവസം. നമ്മൾ വീട്ടിൽ വെച്ച് ആചരിക്കുന്ന മൂർത്തികൾ തന്നെ ആ വർഷക്കാലം എന്നല്ല, അത് എത്രയോ നമ്മൾ ജീവിച്ചിരിക്കുന്നു, എത്രയോ നമുക്ക് ഉപാസിക്കാൻ പറ്റുന്നു. കൈക്കാലിന് തളർച്ചയില്ലാതെ എത്ര കാലം ഇരിക്കുന്നു, അത്രയും കാലം നമ്മൾ അതിന് ആ ഭഗവാനെ ഉപാസിക്കാനായിട്ട് അല്ലെങ്കിൽ മന്ത്രം ചൊല്ലാൻ അദ്ദേഹത്തിന് ആചരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഇനിയിപ്പോൾ ക്ഷേത്രം ഉള്ളതാണെന്ന് വെച്ചെങ്കിൽ ആ ക്ഷേത്രത്തിൽ നിത്യം കഴുകി വിളക്ക് വെച്ച് പൂജ ചെയ്ത് നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ നിത്യം 2 നേരം വിളക്ക് വയ്ക്കും. അതേപോലെ തന്നെ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഭഗവാന്റെ വളരെയധികം അനുഗ്രഹങ്ങൾ ഈ വ്യക്തിക്ക്, ആ പൂജകനെ അല്ലെങ്കിൽ ആ ഉപാസകനെ അല്ലെങ്കിൽ ആ കർമ്മിക്ക്, ദേവനും ആ കർമ്മിയായിട്ട് വളരെയധികം ബന്ധം ഉണ്ടാവുക. ഇതുതന്നെയാണ് ഉപാസന. ഇനിയിപ്പോൾ ചിലവർ പറയും ഈ മാംസമൊന്നും കഴിക്കാൻ പറ്റില്ല, കഴിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ വിഷ്ണുമായുടെ ഒക്കെ ക്ഷേത്രം ഉള്ളതാണ്, തറകളുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പാടുമോ എന്നുള്ളത് ചോദിക്കും.
ഇപ്പൊ സാധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയ്യപ്പനെ എന്ന് പറഞ്ഞ സാത്വിക കർമ്മങ്ങളാണ്. അയ്യപ്പനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിനായകനെ അല്ലെങ്കിൽ ആഞ്ജനേയർ അല്ലെങ്കിൽ നാഗങ്ങള്, ഇപ്പൊ കർമ്മത്തിലെ ദേവിക്കൽ ചില ദേവിമാര് ഉത്തമത്തിലുള്ള ഭഗവതി, അവർക്കൊക്കെ ഈ സാത്വിക കർമ്മങ്ങളാണ് ചെയ്യുക. അവർക്ക് മധ്യമകർമ്മം പറ്റില്ല. അപ്പൊ ഈ സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അവർക്ക് അതിന് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുള്ളൂ. കാരണം മധ്യമകർമ്മം ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടില്ല. മത്സ്യമാംസങ്ങൾ കഴിക്കാത്ത വ്യക്തികളുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ ദേവനെ അല്ലെങ്കിൽ ദേവിയനെ ഈ മത്സ്യമാംസം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ പൂജ ചെയ്യാനായിട്ട് ഒരിക്കലും ഇഷ്ടമുണ്ടാവില്ല. എന്നാൽ വിഷ്ണുവായനെ കഴിച്ചിട്ട് അപ്പൊ ഈ മാംസമൊക്കെ കഴിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റില്ല. അത് ഓരോരുത്തരുടെ വിശപ്പിന്റെ അവരുടെ ഇഷ്ടത്തിന്റെ വായിക്ക് രുചി അനുസരിച്ച് അത് ചെയ്യാറുണ്ട്. ഒന്നുണ്ട്, പോത്തിൻ്റെതായ മാംസം കഴിക്കാൻ പാടില്ല. അത് വിഷ്ണുവായന ഉപാസകന്മാരോ ക്ഷേത്രമുള്ളവരോ ആചരിക്കുന്നവരോ ആവട്ടെ, ഈ പോത്തിറച്ചി അല്ലെങ്കിൽ ഭക്ഷിക്കുന്നത് അത് നിഷിദ്ധമാണ്. കാരണം ഭഗവാന്റെ വാഹനാണ്. അതുകൊണ്ട് തന്നെ അതിനെ കഴിക്കരുതെന്നുള്ള നേരത്തെ മുതൽ ഹിന്ദു കുടുംബങ്ങളിൽ അങ്ങനെ ഒരു ആചാരമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മത്സ്യമാംസങ്ങൾ വാങ്ങിക്കാറില്ല. പഴയ കുടുംബങ്ങള് കാരണന്മാരൊക്കെ ഉള്ളത് അല്ലെങ്കിൽ പഴയ അമ്മമാരൊക്കെ ഉള്ളവരൊക്കെ അവർ പറയുന്നത് വെള്ളി ചൊവ്വ മേടിക്കാൻ പറ്റില്ല, വീട്ടിൽ ദൈവങ്ങളുള്ളതാണ്, അമ്പലം ഉള്ളതാണ് എന്നൊക്കെ. അതും കൃത്യമായിട്ടുള്ള നല്ലൊരു ആചാരമായിരുന്നു, വിശ്വാസമായിരുന്നു. അപ്പൊ കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഈ വെള്ളി ചൊവ്വകളിൽ ഇങ്ങനെ ആചരിക്കുന്നതൊക്കെ കുറെ മാറ്റങ്ങൾ വന്നു. കാരണം അതൊന്നും ശരിയല്ല. വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയും കഴിച്ചാൽ എന്താണ് എന്ന് ചോദിക്കുന്നത്. അതിനാചരിച്ച് കൃത്യമായിട്ട് ആചരിച്ചിരുന്ന ആളുകൾക്ക് അതിൻ്റെതായ ശക്തി ഉണ്ടായിരുന്നു. അപ്പോ വെള്ളിയാഴ്ച മറ്റന്നാൾ വെള്ളിയാഴ്ച മത്സ്യമാംസം മേടിക്കരുത്, നാളെ നമുക്ക് വിളക്ക് വയ്ക്കുന്നുണ്ട് പ്രത്യേകാൽ, അങ്ങനെയൊക്കെയുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഇഷ്ടം ആ ദേവനോട് ആ ദേവിയോട് ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് ആ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച മത്സ്യമാംസം വാങ്ങിക്കാതെ കുളിച്ച് അവിടെ വിളക്ക് വയ്ക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി നല്ല രീതിയോട് കൂടിയിട്ട് ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാനസികമായിട്ട് കുറേ സമാധാനം, സന്തോഷം ഉണ്ടാകും. അത് തന്നെയാണ് ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ സാധാരണ ആരും മത്സ്യമാംസങ്ങൾ വാങ്ങിക്കാറില്ല. ഇപ്പൊ ഒക്കെ അത് അടുത്ത് അങ്ങനെ കഴിച്ചു തുടങ്ങി. അപ്പൊ ഈ പോത്തിന്റെ അത് ഞാൻ പറഞ്ഞു നിഷിദ്ധാണ്. എന്നാല് ഈ മത്സ്യമാംസം കഴിച്ചാല് ഇപ്പൊ കോഴിയാകാം, അതുപോലെ പശുവാകാം, ആട്, ഇതൊക്കെ ആട് ഈ കോഴിയൊക്കെ വിഷ്ണുമായിക്കൊക്കെ കർമ്മം ചെയ്യണതാണ്. വിഷ്ണുമായിക്കോ കരിങ്കുട്ടിക്കൊക്കെ വെട്ടിയിട്ട് അതിനെ കർമ്മം ചെയ്യുന്നതാണ് ഗുരുതി അല്ലെങ്കിൽ ദേവിക്ക് ദേവനൊക്കെ. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ അത് ഭക്ഷിക്കണമെന്ന് കുഴപ്പമില്ല, ദേവന് സമർപ്പിക്കണം. അപ്പൊ ആ ദേവനെ സമർപ്പിച്ചിട്ട് അതിന് സ്വല്പം കഴിക്കുന്നത് യാതൊരു തെറ്റുമില്ല. അപ്പൊ ഭക്ഷണം കഴിച്ച വശം ഇറച്ചിയും മത്സ്യമാംസം കഴിച്ച വശം ചെന്നിട്ട് സ്വാമിനെ കുമ്പിടാനോ സ്വാമിനെ തൊഴാനോ പൂജിക്കാനല്ല നമ്മൾ പറയുന്നത്. അത് ഓരോരുത്തരുടെ വിശപ്പിന്റെ അല്ലെങ്കിൽ വയറിന്റെ നാക്കിന്റെ രുചി അനുസരിച്ച് അത് ചെയ്യുമ്പോൾ തെറ്റില്ല. തലേദിവസം കഴിച്ചു, പിറ്റേ ദിവസം കുളിച്ചിട്ടാണ് അദ്ദേഹം അവിടെ പൂജിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഭഗവാൻ അതുകൊണ്ടൊന്നും പറയുന്നില്ല. മത്സ്യമാംസങ്ങൾ ഇതാണ് സംഭവം. അപ്പൊ മത്സ്യം കഴിച്ചിട്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെയുള്ള വൃശ്ചിക മണ്ഡലം അങ്ങനെയുള്ളതായ സമയങ്ങളിൽ വ്രതം എടുക്കുന്ന സമയങ്ങളിൽ പ്രത്യേകം വ്രതം നോൽമ്പൊക്കെ എടുക്കുന്ന സമയത്ത് മത്സ്യമാംസങ്ങൾ കഴിക്കാതിരിക്കണം എന്നുള്ളത് അത് കൃത്യമായിട്ടുള്ളൊരു അറിയിപ്പ് തന്നെയാണ്. കാരണം നമ്മൾ ആചരിച്ചു വരുന്നതാ. ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു 41 ദിവസമോ അല്ലെങ്കിൽ ഒരു 21 ദിവസമൊക്കെ വ്രതം എടുക്കുകയാണെങ്കിൽ മത്സ്യമാംസങ്ങൾ അവിടെ ആരും കയറ്റാറില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പുറത്തു പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവർ പരമാവധി സഹകരിക്കും. മലയ്ക്ക് പോകുമ്പോൾ അവർ മാറി നിൽക്കുന്ന പോലൊക്കെ തന്നെ അത് ആ ദേവനോടുള്ള ഒരു ആചാരമോ ഒരു വിശ്വാസമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ അധികം ആളുകൾക്ക് അറിവുള്ളവരുണ്ട്, അറിയാത്തവരുണ്ട്. അപ്പം ഞാൻ ചെയ്ത വീഡിയോയിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ മത്സ്യമാംസങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഭഗവാനെ പൂജിക്കണോണ്ടൊന്നും കുഴപ്പമില്ല എന്ന്. അത് കഴിച്ച വശം കൈ കഴുകാണ്ട് അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്. അപ്പം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, തലേദിവസമൊക്കെ കഴിച്ചു അല്ലെങ്കിൽ നമ്മൾ കഴിച്ചു വൈകിട്ട് വിളക്ക് വെക്കണമെന്നൊന്നും യാതൊരു തെറ്റുമില്ല. അതുകൊണ്ടൊന്നും എവിടെയും തെറ്റ് പറയുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കഴിച്ചാൽ തന്നെയാണോ വിഷ്ണുവിനെ അങ്ങനെ പൂജിക്കാൻ പാടുള്ളൂ എന്നല്ല അർത്ഥമാക്കുന്നത്. ബൈ ചാൻസ് അങ്ങനെ കഴിച്ചാലും അതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. കുളിച്ച് വൃത്തിയായിട്ട് മനസ്സിൻ്റെയാണ് ശുദ്ധി. ആ മനസ്സിനെ ശുദ്ധി കൊണ്ട് ശരീരത്തിൻ്റെ ശുദ്ധിയെക്കാളും ഉപരിയാണ് മനസ്സിൻ്റെ ശുദ്ധി. അപ്പൊ ശരീരത്തിനൊക്കെ നല്ല ശുദ്ധിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മനസ്സുകൊണ്ട് ക്ലിയർ അല്ല വെച്ചാൽ ആ ഭഗവാൻ മനസ്സിൽ വന്നിട്ടില്ല ചെയ്യുന്നത് അദ്ദേഹം കൈക്കൊള്ളില്ല. അപ്പൊ അത് വൃത്തിയേക്കാൾ ഉപരി ആ മനസ്സുകൊണ്ട് എൻ്റെ ഭഗവാൻ ഞാൻ ചെയ്യുന്ന കർമ്മം ഭഗവാൻ അത് സ്വീകരിക്കും എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സമർപ്പിച്ചു നോക്ക്. തീർച്ചയായിട്ടും അദ്ദേഹം അത് കൈക്കൊള്ളും, പൊരുത്തപ്പെടും. അപ്പോ ഈ മണ്ഡല മാസങ്ങളില് ആ ഉപാസന കൃത്യമായിട്ടിരിക്കണം. 41 ദിവസം അത് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വളരെ വിശേഷമായി. ഇതേപോലെ തന്നെ വെള്ളി ചൊവ്വ ദിവസങ്ങളിലൊക്കെ ഒരു നേരം കഴിച്ച് ഈ ഭഗവാനെ 2 നേരം പൂജിച്ച് 41ാമത്തെ ദിവസം പ്രത്യേകം അതിന് നിവേദ്യങ്ങളൊക്കെ വെച്ച് മാംസം ഇതൊക്കെ വെച്ച് നിവേദിക്കുക, 4 വ്രതം അവസാനിപ്പിക്കുക.
അങ്ങനെ വരുമ്പോൾ വളരെയധികം ശക്തി ചൈതന്യങ്ങളുണ്ടാകും. ഇനിയിപ്പോൾ മണ്ഡല മാസത്തിൽ കർക്കിടക മാസത്തിൽ 7 14 ഇതേപോലെ വ്രതം എടുക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെയധികം സന്തോഷമായിരിക്കും. ദേവദേവന്മാർക്കും അവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.